ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് കോഴിക്കോട് ബീച്ചിൽ വന്നാട്ടോ. ഈ KDF എന്ന പ്രോഗ്രാം കേട്ടോ കോഴിക്കോട് ബീച്ചിൽ നടത്തുന്നുണ്ട്. KDF പറഞ്ഞാൽ കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ ആട്ടോ. ഉച്ചയ്ക്ക് നമ്മളെ കോഴിക്കോട് ബീച്ചിൻ്റെ അവസ്ഥ കേട്ടോ. കുറച്ചൊക്കെ ആൾക്കാരുണ്ട്, പക്ഷെ എന്താ പൊരിഞ്ഞ വെയിലാട്ടോ. ഓ മൈ ഗോഡ്, ഉച്ചയ്ക്കും 1:30ക്കും ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. സംവിധാനങ്ങൾ അഥവാ സപ്പോർട്ട് സിസ്റ്റം എത്രത്തോളം ശാസ്ത്രീയവും മനുഷ്യത്വപരവുമാകണം. ഇരട്ടഭാരം അനുഭവിക്കുന്നവർക്കും ഇനി അതിലേറെ കുറച്ചുകൂടെ വലിയ കുട്ടികളാണ്, എന്നാൽ അഡൾട്ട് ആയിട്ടുമില്ല, അങ്ങനത്തെ കുട്ടികൾക്ക് നമുക്ക് എങ്ങനെ സംരക്ഷണം കൊടുക്കാം? ഒറ്റ കൈ കൊണ്ട് നമ്മളെ ഡോമിനന്റ് ഹാൻഡായ ഒറ്റ കൈ കൊണ്ടും കംപ്രഷൻസ് കൊടുത്തിട്ട് CPR കൊടുക്കാൻ പറ്റും. ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ 15 കംപ്രഷൻ കൊടുത്തതിന് ശേഷം വായിലൂടെ 2 പ്രാവശ്യം ഇവർ വീട്ടിലുണ്ടാക്കിയ ചിരട്ടനുണ്ടാക്കിയ പല ഉപകരണങ്ങൾ കിട്ടോ. ആറെടുത്തോ. KDF ആട്ടോ, കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലാണ്. ഇവിടെ പല ജാതി സംഭവങ്ങൾ കിട്ടും. എന്താ സംഭവം? ഇത് നമ്മളെ ടീമിന്റെ പറ്റി ഗ്രൂപ്പിന്റെ, അതായത് നമ്മള് പൊക്കം കുറഞ്ഞവര് സമൂഹത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ പൊക്കം ഉള്ളവരെ കൊണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഇത് ഇത്ര പൊക്കത്തിലൊക്കെ ചെടി നനയ്ക്കാൻ പൊക്കം ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ടിവിയുടെ റിമോട്ട് അവിടുത്തെ അടുത്ത റിമോട്ട് ഓൺ ചെയ്യാൻ, സ്വിച്ച് ഇടാൻ, ഫാൻ്റെ സ്വിച്ച് ഇടാൻ, അതുപോലെ വാഷ് ബേസിൻസ്, പൊക്കമുള്ള കട്ടിലുകൾ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ നമുക്ക് പൊക്കം കുറഞ്ഞവർക്ക് പാട് ഉള്ളവർക്ക് പോലെ തന്നെയാണ് പൊക്കം ഉള്ളവർക്കും ഇവിടെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ആ ബുദ്ധിമുട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ചറിയും നമ്മുടെ ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ്. നമ്മുടെ വീടുകളിൽ നമുക്ക് ഇതിനൊക്കെ ബദൽ സംവിധാനങ്ങളുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയറൊക്കെ എടുത്തിട്ടിട്ട് നമ്മൾ വലിഞ്ഞു കയറി നമ്മുടെ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ പൊതുസമൂഹങ്ങളിൽ പൊതുവിടങ്ങളിൽ നമുക്ക് കസേര കൊണ്ട് പോകാൻ പറ്റുമോ? പന്നിയും കൊണ്ട് നടക്കാൻ പറ്റും. ഒരു ബസ്സിൽ കയറാൻ നമ്മുടെ കൂട്ടത്തിൽ എത്രയോ പേര് മുട്ടുകൊത്തി കയറുന്നു, ഇരുന്നിട്ട് കയറുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് സെൻ്ററാണിത്. അപ്പോൾ അത് ബൈ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ ഒപ്പം കുറഞ്ഞവരെ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമാണ് മാറ്റം വരുത്തേണ്ടത്. ഇതിനകത്ത് മാറ്റം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വീൽ ചെയറിൽ അത് റൗണ്ട് ചെയ്ത് വരുമ്പോൾ അവർ ഓരോ ഘട്ടങ്ങളിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് അതവിടെ മാർക്ക് ചെയ്ത് പോയാണ്. അതിൽ കൂടെയൊക്കെ അവർ വണ്ടി ഓടിച്ച് വരണം. അപ്പം അന്നേരമാണ് അവർക്ക് അതിൻ്റെ ഉള്ള ബുദ്ധിമുട്ടുകൾ. അതായത് ഇത് മറ്റേ നമ്മളെ കേൾക്കാൻ നമ്മൾ ചിരിച്ചു നോക്കുകയാണ്. നമ്മളെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് സന്തോഷമായാലും ദുഃഖമായാലും നമ്മളെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ കേൾക്കാനുള്ളൊരു ഉദ്ദേശം വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു കമ്മ്യൂണിറ്റിയാണത്. നമ്മൾ സൂയിസൈഡ് പ്രിവെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. നമുക്കൊരു ടോൾ ഫ്രീ നമ്പറുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ ഒരു ലിസണറെ വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങളെ കേൾക്കാൻ ഒരാളെ വേണം. ലിപിയാട്ടോ. നിങ്ങളെ ലിപിയല്ലേ ഇത്?
വായിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ അങ്ങനെയാണ് എഴുതുകയും വായിക്കുകയും ചെയ്യുക. ഓക്കെ താങ്ക് യു. ഹലോ ഗൈസ്, ഹലോ ഗൈസ്, ഈ എന്താ മരുന്ന് കുപ്പികളെല്ലാം ഒരു കുട്ടി അപസ്മാരത്തിന് കഴിച്ച കുപ്പികളാണ്. അതെല്ലാം കളക്ട് ചെയ്ത് ഒരു മരത്തിലാക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് മരത്തിൽ നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവരിതിങ്ങനെ ചെയ്തത്. നമ്മളെ ഡിസബിലിറ്റി ആൾക്കാർ അനുഭവിക്കുന്നതല്ലേ അപസ്മാരത്തിന് കഴിച്ച മരുന്ന് കുപ്പികൾ, സിറിഞ്ചുകള്. ഒരു കുട്ടി ആ കുട്ടിയുടെ ജീവിതകാലം അനുഭവിച്ച ഈ മരുന്ന് കുപ്പിയിലെ ഒരവസ്ഥയാണ്. നമ്മുടെ ലിറ്റിൽ പീപ്പിൾ പ്രിയനെ കണ്ടുകൊണ്ടിരിക്കുന്നു ഗൈസ്. നമ്മളെ മനോരമ ന്യൂസുള്ള ചാനൽക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ? KDF-ന് അറിയണം ഇങ്ങനെയുള്ള ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്നുള്ളത് കമ്പനീസ് അറിയണം. ഞാൻ പോയി അവിടെ പല പ്രമുഖ കമ്പനീസ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇവർക്ക് സംവരണമൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഇപ്പോൾ ഫുള്ളാണ്. ഞങ്ങൾ അവസരം വരുമ്പം വിളിക്കാം. പിന്നെ വേറെ സ്ഥലത്ത് ഞാൻ പോയി, അത് CRC-യിൽ. അപ്പോൾ അവിടെ അവർ ലോക്കോമോട്ടർ ഡിസബിലിറ്റി, ഹിയറിംഗ് ഇമ്പയർഡ്, ഇന്റലക്ച്വൽ ഡിസബിലിറ്റിക്കാരെ വിളിച്ചിട്ടില്ല. എന്നാലും ഞാൻ പോയി, അവരെ അറിയിക്കണം. അപ്പോൾ അവിടെ ഒരു പ്രമുഖ ഹോസ്പിറ്റൽ അവർ പറഞ്ഞു ഞങ്ങൾ ഫോറിനേഴ്സ് വരുന്നൊരു സെഷനിൽ നമ്മുടെ കുട്ടികൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ അറിയിക്കാം, അടുത്ത മാസം ട്രെയിനിങ് തുടങ്ങും. കേപ്പബിലിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാൻ കഴിയും, അങ്ങനെ ഒരു പോസ്റ്റ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു ചെറിയ ശമ്പളത്തിലായിക്കോട്ടെ, അതല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം എന്നൊരു കോൺസെപ്റ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ തെളിയിച്ച കാര്യങ്ങളാണ്. നമുക്ക് ഇത് സമൂഹത്തിൽ ഒരു വാർത്തയാക്കുകയും ഒരു സംസാരമാക്കുകയും അതൊരു മൂവ്മെന്റ് ആക്കുകയും തന്നെ വേണം. സമീർ ജോലി ചെയ്യുന്നത് പോലെ ബാക്കിയുള്ളവർക്കും ഇക്രയിലോ അല്ലെങ്കിൽ തണലിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സെന്ററിൽ ജോലി ചെയ്യാൻ കഴിയണം. എന്തുകൊണ്ട് ആൾക്കാർ ജോലി ഇല്ലാതെ അല്ലെങ്കിൽ ഇവര് എക്കണോമിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ നടക്കുമ്പോൾ 13 ട്രില്യൺ ഇക്കണോമിയാണ് നമുക്ക് നഷ്ടമാകുന്നത്. ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ബിസിനസ്സുകാരെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയെ ഈ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടത്. ഇന്ത്യൻ GDP മാത്രം 5 മുതൽ 7% നഷ്ടമാണ് ഓരോ കൊല്ലവും ഇത്തരത്തിലുള്ള എക്സ്ക്ലൂഷനോട് നടക്കുന്നത്. ഇത്തരത്തിലുള്ള സത്യങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ട് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് വീൽ ചെയർ ശബ്ദമേള തുടങ്ങിയിട്ടാണ്. ഇത് വരുന്ന 3ാമത്തെ സ്റ്റേജാണ്. അതിനായി ഞങ്ങൾ 3 സ്റ്റേജുകൾ തകർത്ത് പൊളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പെർഫോമൻസ് പ്രതീക്ഷിക്കുന്നു. നല്ല കൈയോടെയാണ് ഇവർ ചെയ്യുന്നത്. ഇന്നത്തെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. കാലിക്കറ്റ് ബീച്ച് ഹോസ്പിറ്റലാണ്. കാലിക്കറ്റ് നൈറ്റ് തിരക്കുണ്ടല്ലോ. കാലിക്കറ്റ് ബീച്ചിന് തിരക്കുണ്ടോ? എത്ര കാർ നിർത്തിച്ചേ. ബീച്ചിൽ എപ്പോൾ വന്നാലും തിരക്കാട്ടോ. ആ അച്ഛൻ വരെ കാർ നിർത്തിയിട്ടുണ്ടോ?